മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ കളക്ടറേറ്റ് മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ലാത്തിചാർജിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ തലയ്ക്ക് പരിക്കേറ്റു. മുഖ്യമന്ത്രിയും മകളും ചേർന്ന് കാട്ടുകൊള്ള നടത്തിയിട്ടും ന്യായീകരിക്കുന്ന CPM നിലപാട് വിചിത്രമാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി N. വൈശാഖ് പറഞ്ഞു. മാസപ്പടി കേസിൽ നിന്ന് മകളെ രക്ഷിക്കാൻ മുഖ്യമന്ത്രിയും CPM-ഉം RSS BJP നേതാക്കളും ചേർന്ന് ശ്രമിച്ചിട്ടും വീണ വിജയൻ പ്രതിയായത് വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ്. കരിമണൽ കർത്തയുടെ കമ്പനിയിൽ നിന്ന് ഒരു പണിയുമെടുക്കാതെ മുഖ്യമന്ത്രിയായ അച്ഛൻ്റെയും ഭർത്താവായ പൊതുമരാമത്ത് മന്ത്രിയുടെയും തണലിൽ 3 കോടിയോളം രൂപയാണ് വീണ വിജയൻ തട്ടിയെടുത്തത്. AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ വിലാസത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടും CPM ന്യായീകരിക്കുകയാണ്. പ്രഥമദൃഷ്ട്യാ തെളിവുണ്ടായിട്ടും വീണ പ്രതിയാവാതിരുന്നതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ BJP ബന്ധമാണ്. വീണ വിജയൻ്റെ തട്ടിപ്പ് പുറത്തുകൊണ്ടുവന്നത് മാത്യു കുഴൽനാടൻ ഉൾപ്പെടെയുള്ള UDF നേതാക്കളാണ്. അഭിമാനമുള്ള CPM DYFI പ്രവർത്തകരും ഇടതുപക്ഷ ചിന്താഗതിക്കാരും പ്രതിപക്ഷ സമരത്തിൽ അണിചേരണമെന്നും വൈശാഖ് ആവശ്യപ്പെട്ടു. ഈ കേസ് SFIO അന്വേഷിച്ചതും ഈ കേസിൽ പ്രതിയായി വീണ വിജയൻ വരുന്നതും. പക്ഷേ ഈ പിണറായി വിജയനും CPM-ന്റെ നേതാക്കളും ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ കേസ് രാഷ്ട്രീയ പ്രേരിതമാണ്, ഇത് ഇടതുപക്ഷത്തിനെതിരെ BJP-യും സംഘപരിവാറും എടുത്ത കേസാണ് എന്നാണ്. യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത്, ഈ കേസ് കൃത്യമായി CPM-ന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ വീണ വിജയൻ പ്രതിയാവുന്നത്. അല്ലാതെ വീണ വിജയൻ ഈ കേസ് അന്വേഷണ ഘട്ടത്തിൽ തന്നെ പ്രതിയാവേണ്ട ആളായിരുന്നു. സാധാരണ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ പ്രതി ചേർക്കപ്പെട്ട് പിന്നീട് കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമാണ് ജാമ്യം ലഭിക്കുക. പക്ഷേ ഇവിടെ എന്താ, മുഖ്യമന്ത്രിയും സംഘപരിവാറിന്റെ നേതാക്കളും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇത് കുറ്റപത്രം സമർപ്പിക്കുമ്പോഴാണ് ഇവിടെ വീണ വിജയൻ പ്രതി ചേർക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, ഇത് CPM-ഉം അതുപോലെ BJP-യും തമ്മിലുള്ള അന്തർധാര സജീവമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ കുറ്റപത്രം സമർപ്പിക്കുമ്പോ മുഖ്യമന്ത്രിയുടെ മകൾ ഇപ്പൊ മാത്രം പ്രതിയായത്. ഈ കേസിൽ ആദ്യം ഫ്രെയിം ചെയ്യുമ്പോൾ തന്നെ പ്രതിയാവേണ്ട ആൾ, പ്രഥമ ദൃഷ്ട്യാ പ്രതിയാവേണ്ട ആൾ, അവരെ അന്ന് പ്രതി ചേർക്കാതെ അവർക്ക് ജാമ്യം ലഭിക്കാൻ വേണ്ട സൗകര്യം സംഘപരിവാർ ചെയ്തു കൊടുത്തു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് S. ജയഘോഷ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളായ രതീഷ് പുതുശ്ശേരി, വിനോദ് ചൊറാട്, അജാസ് കുഴൽമന്ദം, ഗൗജ വിജയകുമാർ, സദ്ദാം ഹുസൈൻ, ശ്യാം ദേവദാസ്, വിപിൻ, നിഖിൽ കണ്ണാടി എന്നിവർ പ്രസംഗിച്ചു. ജലപീരങ്കി ഉപയോഗിച്ചിട്ടും പിരിഞ്ഞുപോകാൻ കൂട്ടാക്കാതിരുന്ന പ്രവർത്തകരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.